ഹലോ ഗൈസ്, അപ്പോൾ ഇന്നാണ് നമ്മുടെ ഫൈസിയുടെ ഓണ സെലിബ്രേഷൻ കേട്ടോ. മുണ്ടെടുത്തോണ്ടാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ അന്ന് മുതലേ ഫൈസി കാത്തിരുന്നൊരു ദിവസമായിരുന്നു ഇത്. അങ്ങനെ ഏതായാലും രാവിലെ തന്നെ നമ്മൾ ആളെ അങ്ങനെ സ്കൂളിലേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ അച്ചൂസിനെയൊക്കെ ഒന്ന് സെറ്റാക്കി ഉമ്മച്ചിരിയിൽ കൊടുത്തിട്ടാണ് ഞാൻ അങ്ങനെ സ്കൂളിലേക്ക് പോയത്. അപ്പോൾ അത്തിച്ചായിരുന്നു നമ്മളെ കൊണ്ടുപോയി വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അത്തപ്പൂക്കളത്തിൻ്റെ പരിപാടി ഏകദേശം അങ്ങോട്ട് കഴിയാറായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കോമ്പറ്റീഷൻ ഓരോന്നായിട്ട് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആദ്യം തന്നെ മലയാളി മങ്കയുടെ കോമ്പറ്റീഷൻ ആയിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു. ഓരോ കുട്ടികൾ ആ ഒരു ഡ്രസ്സും ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ടിരിക്കുന്നത് കാണാൻ തന്നെ നല്ല ശീലമായിരുന്നു. പിന്നെ അതുപോലെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. തിരുവാതിരകളി ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഫൈസിലെ കേരള കേസരിയുടെ കോമ്പറ്റീഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ഫൈസിക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നേരെ നമ്മുടെ മാവേലിയുടെ മേക്കപ്പ് അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് പായസവും കാര്യങ്ങളൊക്കെ അവർ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ഡ്രസ്സും ഓർണമെന്റ്സ് ഒക്കെ ഇട്ട് നമ്മുടെ മാവേലി ഒന്ന് സെറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു പ്രോഗ്രാം വന്നാലും നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു തരാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് അതൊക്കെ ഫൈസിക്ക് വേണ്ടി ചെയ്തു കൊടുത്താൽ അവന് സ്റ്റേജിൽ കാണുമ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ വളരെ ഹാപ്പിയാണ്.